ചിലപ്പോൾ കയറ്റിറക്ക് പ്രശ്നങ്ങളുണ്ട്, ലാൻഡ് അക്വയർ ചെയ്യുന്നതിൽ നേരിടുന്ന പ്രതിസന്ധികളുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളോ വരുത്തുന്ന മുടക്കം, പഞ്ചായത്തിൻ്റെ ഒരു അനുമതി കിട്ടാൻ, ഒരു സമ്മതപത്രം കിട്ടാൻ, ഇങ്ങനെ പലരും പരിദേവനങ്ങളായിട്ട് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ചെയ്തു തന്നില്ല, അത് ചെയ്തു തന്നില്ല, അതുകൊണ്ട് എനിക്ക് എൻ്റെ ഈ കുഞ്ഞു സംരംഭം മുടങ്ങി, എൻ്റെ വലിയ സംരംഭവും മുടങ്ങി. ഇത് രണ്ടും കേൾക്കുകയാണ്. അല്ല, അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. കാരണം ഈ ഗവൺമെൻറ് വന്ന സാഹചര്യത്തിൽ പി രാജീവ് വ്യവസായ മന്ത്രിയായി വന്ന സമയത്ത് അദ്ദേഹം ആദ്യം ചെയ്തത് മുഹമ്മദ് അനീഷും രാജമാണിക്യമായിരുന്നു അന്ന് വ്യവസായ സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. അവരൊരു ഓരോ മേഖലകളിൽ വ്യവസായികളുടെ ഒരു മീറ്റിംഗ് വിളിച്ചത്. എന്താണ് ഇതിൻ്റെ പ്രതിസന്ധി എന്നറിയാം. അവർ പല ഡിപ്പാർട്ട്മെൻറ്റ് കാരണം വ്യവസായ വകുപ്പിൻ്റെ കീഴിലല്ല പൊല്യൂഷൻ, അല്ലെങ്കിൽ മറ്റുള്ള ടാക്സ് വേറെയാണ്, അല്ലെങ്കിൽ പഞ്ചായത്ത് വേറെയാണ്. പക്ഷേ ഇവർ അന്ന് മീറ്റിംഗ് വിളിച്ച് അന്ന് എന്നെയും അവിടെ വിളിച്ചിരുന്നു അഭിപ്രായത്തിന് വേണ്ടി. ഞാൻ മനസ്സിലാക്കിയത് വളരെ ഫാസ്റ്റായിട്ടാണ് അന്ന് മിനിസ്റ്ററും ഈ രണ്ട് ഉദ്യോഗസ്ഥരും വളരെ ഫാസ്റ്റായിട്ടാണ് അതിൻ്റെ സംവിധാനം ഉണ്ടാക്കി. ഇപ്പോൾ നിങ്ങൾക്ക് പഞ്ചായത്തിൽ പോയിട്ട് നിങ്ങൾക്ക് ഒരു ലൈസൻസ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ കളക്ടർ എടുത്ത് പോകും. ഏകജാലകത്തിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ലൈസൻസ്, പഞ്ചായത്തിൻ്റെ ആവശ്യമില്ല. ആ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ലൈസൻസ് കിട്ടും 2.5-3 വർഷം എന്തോ കഴിഞ്ഞിട്ട് പിന്നെ പഞ്ചായത്തിൽ പോയാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് ചെന്ന് പല സ്ഥലങ്ങളിൽ കംപ്ലയിൻറ്റ് വ്യവസായ വകുപ്പിൽ ഒരു പ്രത്യേക വിൻഡോ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് കാര്യം പറഞ്ഞാൽ ഒരു പ്രശ്നത്തിൽ അതിന് അറിവില്ലായ്മ കൊണ്ട് അവർ അതിലല്ലേ നടക്കുന്നുണ്ടാവാം. പഞ്ചായത്തിൽ പോയി നടന്നില്ല എന്ന് പറഞ്ഞാൽ, പക്ഷേ നിങ്ങൾ അന്വേഷിച്ചാൽ അടുത്തൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ അതാത് ഉദ്യോഗസ്ഥന്മാരെ സമീപിച്ച് നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇവിടെ, നല്ല അറിവുള്ളവരുണ്ട്, നല്ല ജനങ്ങൾ, പണ്ടത്തെ കൂടുതൽ കുറച്ചുകൂടി ജനകീയമായ ഉദ്യോഗസ്ഥരുണ്ട്.